ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിൻഡ്രല്ല കിച്ചൻ. അപ്പോൾ ഇന്നൊരു കേക്ക് റെസിപ്പിയാണ്. കുഴിമന്തി തീമിലുള്ള ഒരു കേക്കാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കേക്ക് വേണമെങ്കിലും ആക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ കാണാം. ആദ്യം തന്നെ സ്പഞ്ച് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 4 മുട്ട 1 മിനിറ്റ് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യുക. ആദ്യത്തെ 1 മിനിറ്റ് ആവുമ്പോൾ ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടുന്ന് ഒരു 3 അല്ലെങ്കിൽ 4 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ ഹൈ സ്പീഡാക്കി കൊടുക്കുക. ഇതേപോലെ നല്ല ക്രീമി ടെക്സ്ചർ ആവുമ്പോൾ പിന്നെ ബീറ്റ് ചെയ്യരുത്. പിന്നെ അവിടുന്ന് 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം പിന്നെയും ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. നമ്മുടെ ബാറ്ററി ഇതേപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. എന്നാലാണ് നമ്മുടെ കേക്ക് എല്ലാം കൊണ്ട് സെറ്റ് ആവുക. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മിക്സ് ആണ് ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്. കേക്ക് മിക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ മറ്റൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മൈദ, അതുപോലെ പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതെല്ലാം ഇതിലുണ്ട്. 1.25 കപ്പ് കേക്ക് മിക്സിലേക്ക് ഡാർക്ക് കൊക്കോ പൗഡർ 1/4 കപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുത്തതാണ്. അതുപോലെ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള സിറപ്പ് കൂടി റെഡിയാക്കിയിട്ടുണ്ട്. 2 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് തിളപ്പിക്കുക. എന്നിട്ട് 1/4 ടീസ്പൂൺ കോഫി പൗഡർ, അതേപോലെ നന്നായി ഗ്രേറ്റ് ചെയ്തിട്ടുള്ള 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായി തണുത്ത ശേഷം ഇതേപോലെ ഒരു ബോട്ടിലാക്കി വെക്കുക. സ്പഞ്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററിലും അതേപോലെ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഈ സെയിം സിറപ്പ് തന്നെയാണ് ഉപയോഗിക്കുക. ഇനി കുറേശ്ശെയായിട്ട് കേക്ക് മിക്സ് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു വിസ്ക് വെച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഇനി കേക്ക് മിക്സ് വെച്ചിട്ടല്ല കേക്ക് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ 1 കിലോ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടീസ്പൂൺ കോൺഫ്ലോർ, അതേപോലെ 3 ടീസ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര, ഇതും കൂടെയാണ് ആവശ്യമായിട്ടുള്ളത്. കേക്ക് മിക്സ് നന്നായി ഒന്ന് മിക്സ് ആയ ശേഷം പാലിൻ്റെ സിറപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ 3 പ്രാവശ്യമായിട്ടാണ് ഇതിലേക്ക് സിറപ്പ് ആഡ് ചെയ്യുക. ഓരോ പ്രാവശ്യം സിറപ്പ് ചേർക്കുമ്പോഴും 3 ടേബിൾ സ്പൂൺ വീതം ചേർക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഈ വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ടൊക്കെ ഫോൾഡ് ചെയ്യുമ്പോൾ പതുക്കെ ഫോൾഡ് ചെയ്യാൻ നോക്കുക. കുറച്ച് സ്പീഡിലൊക്കെ ആവുമ്പോൾ നമ്മുടെ ബാറ്റർ നന്നായി താഴ്ന്നു പോകും. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് നമ്മുടെ കേക്കിന് വേണ്ട അത്ര ഹൈറ്റ് കിട്ടാതാവുന്നത്. ഇപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ട കാര്യം സൺഫ്ലവർ ഓയിൽ 3 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതേപോലെ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാറ്റർ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം ഓവനിൽ 150 ഡിഗ്രിയിൽ 35 മിനിറ്റ് വെച്ചിട്ട് ബേക്ക് ചെയ്യാം. ഇനി ഓവനല്ല പാൻ ആണെന്നുണ്ടെങ്കിൽ 35 മിനിറ്റ് തന്നെ ബേക്ക് ചെയ്താൽ മതിയാവും. അതുപോലെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. നമുക്ക് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഏറ്റവും ടോപ്പിലത്തെ ഭാഗത്ത് മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ ബാക്കിയുള്ള ലെയറിലൊക്കെ ചോക്ലേറ്റിൻ്റെ ഒരു മിക്സാണ് ആഡ് ചെയ്യുക. ക്രീം 1 മിനിറ്റ് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത ശേഷം പിന്നീട് വാനില എസൻസ് ചേർക്കുക. എന്നിട്ട് സ്റ്റിഫ് ആവുന്ന വരെ നല്ല ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യുക. അതുപോലെ 2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഡാർക്ക് കളറായിട്ടാണ് ഇരിക്കണത്. ഇനി ഇത് നമുക്ക് ലെയറായിട്ട് കട്ട് ചെയ്യാം. ഞാനിവിടെ 2 ലെയർ മാത്രമേ ആക്കുന്നുള്ളൂ. കേക്ക് കുറച്ചുകൂടി ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ 3 ലെയറായി തന്നെ കട്ട് ചെയ്യാവുന്നുള്ളൂ. കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനുള്ള ചോക്ലേറ്റ് മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
അര കപ്പ് വിപ്പിംഗ് ക്രീം നന്നായി ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് 2.5 കപ്പ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സായി വരുമ്പോൾ 2 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ചോക്ലേറ്റ് നല്ല ഫ്ലഫിയായി ഒന്നുകൂടെ ക്രീമി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അര കപ്പ് വിപ്പിംഗ് ക്രീമിന് പകരം 1 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്യാം. ഒന്നും കൂടെ ഒന്ന് ക്രീമി ആവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിപ്പോൾ ഇത്തിരി ഹാർഡായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ഡയറി മിൽക്കൊക്കെ കഴിക്കണ ഒരു ഫീലാണ് നമുക്ക് ഈ കേക്ക് കഴിക്കുമ്പോൾ കിട്ടുക. പിന്നെ ചോക്ലേറ്റ് നല്ല തിക്കായതുകൊണ്ട് തന്നെ ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ആ ബൗള് പിടിച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്യണം. ഇപ്പോൾ ചോക്ലേറ്റ് മിക്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് തണുപ്പിക്കാൻ വെക്കരുത്. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ ചോക്ലേറ്റ് നല്ല കട്ടിയായിരിക്കും. ഇനി ഒരു ബേസ് വെച്ചിട്ട് ചോക്ലേറ്റിൽ നിന്ന് അല്പം അതിലാക്കി കൊടുക്കുക. എന്നിട്ട് കേക്കിൻ്റെ മുകളിലത്തെ ഭാഗം ഇതിന്മേൽ വെക്കുക. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സിറപ്പ് കൂടി ചേർക്കാം. ഇനി ചോക്ലേറ്റിൻ്റെ പകുതി ഭാഗം ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നന്നായി ഒന്ന് പരത്തി കൊടുക്കുക. ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ കൂടി നമുക്ക് സെറ്റാക്കി എടുക്കാം. സ്പഞ്ച് വെച്ച് കൊടുത്തിട്ട് സിറപ്പ് ചേർക്കുക. ഈ കേക്കിലേക്ക് സിറപ്പ് കുറച്ച് അധികമായാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ഒരു ചോക്ലേറ്റിൻ്റെ സിറപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആവും. ഇനി ബാക്കി വരുന്ന ചോക്ലേറ്റിൻ്റെ ക്രീം കൂടി ചേർക്കുക. ചോക്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെ അതേപോലെ സൈഡിലും ഒക്കെ നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഓരോ റൈസ് ഇങ്ങനെ റെഡിയാക്കി ഇടുമ്പോൾ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നോക്കണം. അതുകൊണ്ട് എപ്പോഴും അതിന്മേൽ കുറച്ച് കോൺഫ്ലോർ ഉണ്ടാവണം. ഇതേപോലെ റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും. ഇപ്പോൾ നമ്മളൊരു കാൽഭാഗം റൈസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കയ്യിൽ ഇടയ്ക്കൊന്ന് കുറച്ച് കോൺഫ്ലോർ ആക്കുക. എന്നിട്ട് ജസ്റ്റ് അധികം ഒന്ന് പ്രസ് ചെയ്യാണ്ട് അതൊന്ന് വെറുതെ മിക്സ് ചെയ്യുക. എന്നിട്ടൊരു എയർ
ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ 2 ലീഫ് കൂടി സെറ്റാക്കി എടുക്കുക. ഇനി ഇതിൻ്റെ മേലുള്ള കോൺഫ്ലോർ നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് തട്ടിക്കളഞ്ഞു കൊടുക്കാം. ഇനി നമ്മൾ 2 പച്ചമുളകാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതേപോലെ പച്ചമുളക് ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലെഗ് പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഡ്രൈ ലെമൺ ആണ്. അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ ഫോണ്ടൻ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ നേർപകുതി എടുത്തിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. അതേപോലെ ഒരു ഫോണ്ടൻ്റ് കട്ടർ വെച്ചിട്ട് 5 സൈഡിലായിട്ട് ഒന്ന് കട്ട് ചെയ്ത പോലെ ഷേപ്പ് ചെയ്യുക. ഇനി ഇതിൽ നിന്നും ചെറിയ പീസായിട്ട് എടുത്തിട്ട് കുരുമുളക് തയ്യാറാക്കുക. ഇപ്പോൾ നമ്മുടെ റൈസ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 3 ലീഫും കൂടി ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുക. നമ്മൾ ഒരിക്കലും ഫോണ്ടൻ്റ് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ അത് മെൽറ്റായ പോലെ നിൽക്കും. ഇപ്പോൾ പച്ചമുളക് വെച്ച് കൊടുത്തു. ഇനി അതേപോലെ കുരുമുളകും കൂടെ അതിലിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് വെച്ച് കൊടുക്കുക. പക്ഷെ കുറച്ച് മാത്രം വെക്കാൻ പാടുള്ളൂ. ഏത് സ്പൈസ് വെക്കുമ്പോഴും 1-2 പീസ് മാത്രമായിട്ട് വെച്ച് കൊടുക്കുക.
ഇനി ലെഗ് പീസ് കൂടെ ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്കുള്ള മയോണൈസ് റെഡിയാക്കണം. അതിന് വേണ്ടി നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചുള്ള ക്രീമിൽ നിന്നും കുറച്ച് മാറ്റി വെക്കുക. എന്നിട്ട് ഇത് സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചൊന്ന് ലൂസായി കിട്ടും. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് വരുന്നത് നമ്മുടെ ഒരു ടൊമാറ്റോ ചട്നിയാണ്. അത് ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അതിൽ റെഡ് കളർ ആക്കാമെന്നാണ് വിചാരിച്ച്. പക്ഷേ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ സൈഡിലേക്കൊക്കെ അങ്ങനെ ഇറങ്ങി നിൽക്കും. അതുകൊണ്ടാണ് ഇത് ഇത്തിരി ഇങ്ങനെ തിക്കായിട്ട് ചെയ്ത്. ഇനി ഞാൻ ഡ്രൈ ലെമൺ കൂടെ വെച്ച് കൊടുക്കുക. കറക്റ്റ് നമ്മുടെ മന്തി കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇത് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു 15 മിനിറ്റ് മുൻപ് മാത്രം നമ്മുടെ ഫോണ്ടൻറ്റ് അതിൽ വെച്ച് കൊടുക്കുക. എല്ലാവർക്കും വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്